പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിൽ പോയതായിരുന്നു. അന്നേരം അവിടെ വെച്ച് അനാമികയും വേണുവിനെയും ഒക്കെ കാണുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നീയൊക്കെ എന്താ വിചാരിച്ചത്? എൻ്റെ പേരൂടെ കേസിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് കോടതി കയറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി വന്ന് നിൻ്റെയൊക്കെ കാല് പിടിക്കുമെന്ന് കരുതിയോ? അതേതായാലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മുത്തശ്ശി പറയുന്നു. ഈ ഡയലോഗിൻ്റെയൊക്കെ കൂടെയാണ് മുത്തശ്ശൻ വേണുവിൻ്റെ കരണം അടിച്ച് പൊളിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതൊക്കെ പറയുമ്പം ഇതിന് മുഖം വീർപ്പിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്ന അനാമികയും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഗോവിന്ദനെ കാണിക്കുന്നുണ്ട്. ഗോവിന്ദൻ നന്ദുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം പറയുവാണ്, അനന്തപുരിയിൽ ആരെങ്കിലും ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണക്കാരി മോള് കൂടിയാണ് എന്ന് നന്ദുവിനോട് പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ അനന്തപുരിയിൽ ആർക്കെങ്കിലും ജയിലിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള കാലം വേണുവും അനാമികയും ഇരുന്ന് നിരങ്ങി കാലം കഴിക്കേണ്ടി വരും. രണ്ടെണ്ണത്തിൻ്റെ നടുവ് ഞാൻ ഇടിച്ച് വെള്ളമാകും. എന്നിട്ട് ഞാൻ ഈ യൂണിഫോം അഴിച്ചു വെക്കുകയുള്ളൂ എന്ന് നന്ദു പറയുന്നുണ്ട്. പിന്നീട് ആദർശ് ജാനകിയോട് പറയുവാണ്, അനാമിക എങ്ങനെയും ജീവിക്കണം, എന്ത് ചെയ്തും ആരെ പറ്റിച്ചും ജീവിക്കുമെന്ന ഒരു രീതിയിലുള്ള ക്യാരക്ടറാണ് അവളുടെ. അത് മുത്തശ്ശിയെ കേസിൽ ഉൾപ്പെടുത്തി കോടതിയെ കയറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയപ്പോഴെങ്കിലും ഇളയമ്മ മനസ്സിലാക്കുക എന്നാണ് ഞാൻ കരുതിയത്. ഇനിയും മനസ്സിലാക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കണ്ട എന്ന് പറയുക. പിന്നെ അനാമികയും കാണിക്കുവാണ്. അനാമികയുടെ വീട്ടിലോട്ട് ആരോ ചെല്ലുന്നുണ്ട്. അത് കണ്ട് കണ്ണും വീഴ്ച നിൽക്കുന്നുണ്ട്. ഇനി ആരാണ് എന്നറിയില്ല. ഇനി അബി ഇവിടെയുള്ള ന്യൂസ് എല്ലാം കൂടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നതാണോ എന്നും അറിയില്ല. ഇതൊക്കെയായിരുന്നു പ്രൊമോ.